2 തെസലോനിക്കർ അധ്യായം 2. സഹോദരരെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആഗമനത്തെയും നമ്മെ തന്റെ അടുക്കൽ കൂട്ടിച്ചേർക്കുന്നതിനെയും പറ്റി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ക്രിസ്തുവിന്റെ ദിവസം വന്നിരിക്കുന്നു എന്നറിയിക്കുന്ന വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന് തോന്നിക്കുന്ന ലേഖനത്താലോ നിങ്ങൾ വേഗത്തിൽ ചഞ്ചലചിത്തരോ അസ്വസ്ഥരോ ആകരുത്. ആരും ഒരു വിധത്തിലും നിങ്ങളെ ചതിക്കരുത്. ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനായ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അവൻ ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള എല്ലാറ്റിനെയും എതിർക്കുകയും അവയ്ക്ക് മീതെ തന്നെത്താൻ ഉയർത്തി താൻ തന്നെ ദൈവം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദൈവാലയത്തിൽ ഇരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? തക്ക സമയത്ത് അവൻ വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടയുന്നത് എന്തെന്ന് നിങ്ങൾക്കറിയാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനെ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ദഹിപ്പിച്ച് തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ ഒടുക്കിക്കളയും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവരുടെ മധ്യത്തിൽ സാത്താന്റെ പ്രവർത്തന രീതിക്ക് അനുസരണമായി വ്യാജമായ എല്ലാ ശക്തികളോടും അടയാളങ്ങളോടും അത്ഭുത പ്രവൃത്തികളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാതിരുന്നതിനാൽ തന്നെ അങ്ങനെ സംഭവിക്കും. അതിനാൽ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന എല്ലാവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് അവർ വ്യാജം വിശ്വസിക്കത്തക്കവണ്ണം ദൈവം അവരുടെ മേൽ ശക്തമായൊരു മിഥ്യാബോധം അയക്കും. കർത്താവിന് പ്രിയരായ സഹോദരരെ, ദൈവം നിങ്ങളെ ആത്മാവിന്റെ വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും ആദ്യം മുതൽ തന്നെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് എപ്പോഴും സ്തോത്രം അർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കുവാനാണല്ലോ ദൈവം നിങ്ങളെ ഞങ്ങളുടെ സുവിശേഷം മുഖാന്തരം രക്ഷയ്ക്കായി വിളിച്ചത്. അതിനാൽ സഹോദരരെ, നിങ്ങൾ ഉറച്ചുനിന്ന് വാക്കിനാലോ ലേഖനത്താലോ ഞങ്ങൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ച് കൃപയാൽ നമുക്ക് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് സകല സൽപ്രവൃത്തിയിലും വാക്കിലും നിങ്ങളെ ശക്തീകരിക്കട്ടെ.